തിരുവനന്തപുരത്ത് RSS നേതാവ് ആത്മഹത്യ ചെയ്തു. തൃക്കണ്ണാപുരത്ത് വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്ന ആനന്ദ് കെ തമ്പിയാണ് ജീവനൊടുക്കിയത്. RSSനെതിരെ കുറിപ്പെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ പുറത്ത്. RSS ക്യാമ്പിൽ കുട്ടിക്കാലത്ത് ലൈംഗിക പീഡനം നേരിട്ടുവെന്ന് വീഡിയോയിൽ പറയുന്നു. പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാ കുറിപ്പെഴുതി തിരുമല വാർഡ് കൗൺസിലറും BJP നേതാവുമായ അനിൽകുമാർ ആത്മഹത്യ ചെയ്തു. കൗൺസിലറുടെ ഓഫീസിലാണ് ആത്മഹത്യ. RSSലെ ആത്മഹത്യാ പരമ്പര തുടരുകയാണ്. മണ്ണുമാഫിയ, ബാങ്ക് കൊള്ള, RSS ശാഖയിലെ പ്രകൃതി വിരുദ്ധ പീഡനം, ഇങ്ങനെ ആത്മഹത്യകൾക്ക് കാരണങ്ങൾ പലതാണ്. 2 മാസത്തിനിടെ മാത്രം ആത്മഹത്യ ചെയ്തത് RSSകാരായ 3 ചെറുപ്പക്കാരാണ്. RSS ശാഖയിൽ നിന്ന് 4 വയസ്സ് മുതൽ നേരിട്ട ക്രൂരമായ പ്രകൃതി വിരുദ്ധ പീഡനമായിരുന്നു കോട്ടയം സ്വദേശിയായ അനന്തു കെ അജിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. നിരന്തരം നേരിട്ട ആ ക്രൂരമായ പീഡനങ്ങൾ തന്നെ ഒരു മാനസിക രോഗിയാക്കി മാറ്റിയെന്നും സ്വയം ജീവനൊടുക്കുന്നതിന് മുമ്പ് അനന്തു പറഞ്ഞു വച്ചു. ആത്മഹത്യയ്ക്ക് മുമ്പ് തനിക്ക് പറയാനുള്ളത് ലോകം കേൾക്കണമെന്ന് ആ 26കാരൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ അവൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട്. അവരാണ് RSSകാർ. അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്, ഭയങ്കര ടോർച്ചറാണ്. മനസ്സിലാക്കി ഞാനൊരു അവരുടെ ITC ക്യാമ്പ് OTC ക്യാമ്പ് രണ്ടും പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ബോത്ത് മെന്റലി, ഫിസിക്കലി ആൻഡ് സെക്ഷലി ദേ ആർ അബ്യൂസിങ് ചിൽഡ്രൻ. ചോദിച്ചറിയാം, ആരും തുറന്നു പറയാത്ത they are sexually abusing children. വേദനയോടെ മരണത്തെ സ്വയം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു ടെക്കി കൂടിയായ അനന്തു ഒരു മുന്നറിയിപ്പ് മുഴുവൻ മലയാളികൾക്കും നൽകുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട്. അവരാണ് RSSകാർ. അനന്തു RSS ചോര കുടിച്ചു കൊന്ന ചെറുപ്പക്കാരുടെ ലിസ്റ്റിലെ അവസാനത്തെ പേരുകാരനല്ല. ഇപ്പോൾ ഏറ്റവും അവസാനം RSSും BJPയും മണ്ണുമാഫിയയുടെയും കൂലിത്തല്ലുകാരുടെയും കേന്ദ്രമാണെന്നും അവർ തന്നെ വേട്ടയാടുന്നു എന്നും പറഞ്ഞ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് ജീവനൊടുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശിയായ RSS പ്രചാരകൻ ആനന്ദ് കെ തമ്പിയാണ്. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSSകാരനായി ജീവിച്ചിരുന്നു എന്നതാണ്. ഈ മരണത്തിന് തൊട്ടു മുമ്പ് വരെയും ഞാനൊരു RSS പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത്. ഇത് തന്നെയാണ് എന്നെ ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. പറയുന്നത് 16 വയസ്സ് മുതൽ RSSൽ പ്രവർത്തിക്കുന്ന MG കോളേജിലെ ABVPയുടെ കൗൺസിലറായി പ്രവർത്തിച്ച, തുടർന്ന് RSS പ്രചാരകനായി കോഴിക്കോട് പോയി പ്രവർത്തിച്ച് ഒടുവിൽ RSSന്റെ തിരുവനന്തപുരത്തെ തിരുമല മണ്ഡലത്തിന്റെ ശാരീരിക് പ്രമുഖ് വരെയായ ആനന്ദ് കെ തമ്പി എന്ന RSSകാരനാണ്. തനിക്ക് പകരം BJP തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയത് മണ്ണുമാഫിയയുടെ പ്രതിനിധിയാണെന്നും തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താൻ തീരുമാനിച്ചപ്പോൾ RSS BJP നേതൃത്വം ക്രൂരമായി വേട്ടയാടിയെന്നും ആനന്ദ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞു വച്ചു. തന്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സ്ഥാനമില്ലെന്നും, പക്ഷേ BJP പ്രവർത്തകരെയും RSS പ്രവർത്തകരെയും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്നും ആനന്ദ് തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡ് കൗൺസിലറായിരുന്ന BJP നേതാവ് തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് കാരണം BJP നേതാക്കളുടെ സഹകരണ സംഘം തട്ടിപ്പായി. അനിൽ ആരംഭിച്ച സഹകരണ സംഘത്തിൽ നിന്ന് BJP നേതാക്കൾ വേണ്ടുവോളം ലോണുകൾ എടുത്തു. ഒടുവിൽ BJP സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ 1 രൂപ തിരിച്ചടയ്ക്കാതായതോടെ സഹകരണ സംഘം തകരുമെന്ന ഘട്ടമെത്തി. ഈ അവസരത്തിൽ അനിൽ BJP നേതൃത്വത്തെ ബന്ധപ്പെട്ടെങ്കിലും സഹായിക്കാൻ ആരും തയ്യാറായി. തുടർന്ന് ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗം BJPയുടെ നേതാവായ അനിലിന് മുമ്പിൽ ഉണ്ടായിരുന്നു. അനിലും BJP നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചിട്ടാണ് സ്വന്തം കൗൺസിലർ ഓഫീസിൽ ജീവനൊടുക്കിയത്. ആ മരണത്തിൽ BJP നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് പറഞ്ഞ്
രംഗത്ത് വന്നത് BJPയുടെ തന്നെ സംസ്ഥാന വക്താവായിരുന്ന MS കുമാറാണ്. BJP നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് BJP നേതാവും മുൻ വക്താവുമായ MS കുമാർ കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യക്ക് കാരണം BJPയുടെ ഭാഗമായതുകൊണ്ടാണെന്ന് MS കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ കൈവിട്ടുവെന്നുള്ളതാണ് വിമർശനം. MS കുമാർ ഇങ്ങനെ പറയാൻ കാരണം അദ്ദേഹം തുടങ്ങിയ സഹകരണ സംഘത്തിലും ഇതേ വായ്പാ തട്ടിപ്പ് BJP നേതാക്കൾ നടത്തിയിരിക്കുകയാണ്. BJP നേതാക്കൾ എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാതായതോടെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് BJPയുടെ മുൻ സംസ്ഥാന വക്താവായ MS കുമാർ. ബാങ്ക് കൊള്ള, പ്രകൃതി വിരുദ്ധ പീഡനം, മണൽ മാഫിയ, അധികാരമോ എന്തിന് പ്രതിപക്ഷ സ്ഥാനം പോലും ലഭിക്കുന്നതിന് മുൻപ് BJPയുടെ കേരളത്തിലെ നേതാക്കളുടെയും RSSകാരുടെയും പണികൾ ഇതൊക്കെയാണ്. ഇവരെ കേരളത്തിന്റെ ഭരണമേൽപ്പിച്ചാലുള്ള അവസ്ഥ എത്ര ഭയാനകമാണ് എന്നതിന്റെ തെളിവാണ് ഈ 3 ചെറുപ്പക്കാരുടെ ആത്മഹത്യ. ഓർക്കുക, സ്വന്തം പ്രചാരകരെയും പ്രവർത്തകരെയും വാർഡ് കൗൺസിലറെ പോലും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സംഘടനയും ജനങ്ങൾക്ക് ഒരു നന്മയും ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ്.